ബസിലിക്ക ദി സാൻ പിയത്രോ ഇൻ വിൻകൊളി, ബസിലിക്ക ഓഫ് സെയിൻറ്റ് പീറ്റർ ഇൻ ചെയിൻ, ചങ്ങലയിൽ ബന്ധിതനായിരിക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെ പേരിലുള്ള റോമിലെ ഈ ബസിലിക്കയിലെ പ്രധാന തിരുശേഷിപ്പ് വിശുദ്ധ പത്രോസിനെ ബന്ധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ചങ്ങലയാണ്. അത് ഈ അൾത്താരയുടെ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അൾത്താരയുടെ ഇടതുവശത്താണ് ലോക പ്രസിദ്ധമായ മോസസിൻ്റെ ശില്പം. അത് പോപ്പ് ജൂലിയസ് സെക്കൻഡിൻ്റെ ടൂമ്പിൻ്റെ ഭാഗമാണ്. യുദ്ധഭൂമിയിൽ പടച്ചട്ടയെല്ലാം അണിഞ്ഞു നിന്ന് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിരുന്ന അന്നത്തെ പരിശുദ്ധ പിതാവ് ജൂലിയസ് സെക്കൻഡ് അറിയപ്പെട്ടിരുന്നത് വാരിയർ പോപ്പ് എന്നാണ്. വാരിയർ പോപ്പായ ജൂലിയസ് സെക്കൻഡ് മൈക്കലാഞ്ചലോ ബുണറോട്ടിയെ റോമിലേക്ക് കൊണ്ടുവരുന്നത് തൻ്റെ ഈ സ്മൃതി മണ്ഡപം പണിയുന്നതിന് വേണ്ടിയാണ്. മൈക്കലാഞ്ചലോയുടെ വലിയ ഡ്രീം പ്രോജക്റ്റായിരുന്നു ഇത്. 40 ശില്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സ്മൃതി മണ്ഡപമായിരുന്നു ഒന്നാമത്തെ പ്ലാൻ. 5 എണ്ണം നിർമ്മിച്ചു. 5 പ്ലാനുകൾ ഉണ്ടായിരുന്നു. 5ാമത്തെ പ്ലാനാണ് ഇവിടെ നിറവേറിയ. മോസസിൻ്റെ ഇടവും വലവുമുള്ളത് റാഖേലും ലേയയുമാണ്. മുകളിൽ മഡോണ ആൻഡ് ദി ചൈൽഡ്, മാതാവിൻ്റെ താഴെയാണ് ജൂലിയസ് സെക്കൻഡിൻ്റെ സ്റ്റാച്ചു. ഒറിജിനൽ പ്ലാനിലുണ്ടായിരുന്ന 2 അടിമകൾ, പോരാളിയായ അടിമ, ഡയിങ് സ്ലേവ് അഥവാ മരിക്കുന്ന അടിമ, രണ്ടും ഇന്ന് പാരീസിലെ ലുവർ മ്യൂസിയത്തിലാണ്. 1505 തുടങ്ങിയ നിർമ്മാണം 1545 40 വർഷങ്ങൾക്ക് ശേഷമാണ് തീരുന്നത്. തീരുമ്പോൾ അത് വെറുതെ ഒരു മതിലിൽ ചേർന്ന് നിൽക്കുന്ന ഒരു രൂപക്കൂട് പോലെ ആയിപ്പോയി എന്നതാണ് അതിൻ്റെ വിമർശനം. അത് ജൂലിയസ് സെക്കൻഡിനടക്കം ഇതിലെ താല്പര്യം നഷ്ടപ്പെടുകയും മൈക്കലാഞ്ചലോ ചിത്രരചനയിലേക്ക് മാറുകയും ചെയ്തു എന്നത്. ഇന്ന് വിശുദ്ധരായ മർത്തയുടെയും മറിയത്തിൻ്റെയും തിരുനാളാണ്. അത് 2 ദർശനങ്ങളാണ്. ഒരാൾ പ്രവൃത്തിയും മറ്റൊരാൾ നിവൃത്തിയും, ആക്ഷൻ ആൻഡ് കോണ്ടംപ്ലേഷൻ. ഈശോ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും വാതിൽക്കലേക്ക് ഓടിച്ചെന്ന് സ്വീകരിക്കുന്ന മർത്തയും വീട്ടിൽ തന്നെ ഇരിക്കുന്ന മറിയവും, അല്ലെങ്കിൽ ഈശോയും ശിഷ്യന്മാരും വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പണിയെടുക്കുന്ന മർത്തയും പാദാന്തികത്തിലിരിക്കുന്ന മറിയവും. ഇതുതന്നെയാണ് ഈ റേച്ചലും ലേയയും പ്രതിനിധാനം ചെയ്യുന്നത്. ഡയിങ് സ്ലേവും റിബല്യസ് സ്ലേവും പ്രതിനിധാനം ചെയ്യും. മോസസ് നൽകുന്ന ദർശനവും അതാണ്. കർത്താവിൻ്റെ മലയിലായിരിക്കുന്ന കോണ്ടംപ്ലേഷനും ദൈവജനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആക്ഷനും.